ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും ഫ്ലോപ്പ് ആവാതെ 100% സക്സസ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാനില സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 kg വാനില സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. 1 kgക്ക് 8 ഇഞ്ചിൻ്റെ പാൻ വേണ്ടി വരും. 1/2 kg ആണെങ്കിൽ 6 ഇഞ്ചിൻ്റെ പാൻ എടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ അടിയിലും അതേപോലെ സൈഡിലൊക്കെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹോം മെയ്ഡ് ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ കേക്കിന് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല ക്ലീനായിട്ടുള്ള വെള്ളമൊന്നുമില്ലാത്ത ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊരു സ്റ്റെയിനർ കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ബേക്കിംഗ് പൗഡറും അതേപോലെ ബേക്കിംഗ് സോഡയാണ്. ഈ 2 ഇൻഗ്രീഡിയൻസും നമ്മൾ കേക്കിലേക്ക് എടുക്കുന്ന സമയത്ത് എക്സ്പയർ ആയിട്ടുള്ളത് എടുക്കാൻ പാടില്ല. ഡേറ്റ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗം അങ്ങ് താഴ്ന്നു പോവും. അപ്പം ഞാനിതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിലും താഴെ മാത്രമാണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതിലും കൂടുതലായി പോകാൻ പാടില്ല. ബേക്കിംഗ് സോഡയും അതേപോലെ ബേക്കിംഗ് പൗഡറും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒരിക്കലും നമുക്ക് നന്നായിട്ട് കിട്ടില്ല. അത് നന്നായിട്ട് പൊങ്ങി വരും, പക്ഷേ അതേപോലെ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു കുഴിയായിട്ട് ആ പൊങ്ങി വന്നത് അങ്ങ് താഴ്ന്നു പോകും. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ കേക്കിൽ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കേക്കിന്. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കേക്കിൽ മധുരത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് സ്റ്റെയിനറിലൂടെ ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഞാനിതിവിടെ 3 പ്രാവശ്യം നന്നായിട്ട് അരിപ്പയിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് പാത്രം എടുക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിരിക്കണം. വെള്ളമൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ടൊന്നും പറ്റില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതിനുശേഷം നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് 2 സൈഡിലേക്കും ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ള കംപ്ലീറ്റ് താഴെയുള്ള നമ്മുടെ പാത്രത്തിലേക്ക് പോവും. അപ്പോൾ ഇതേപോലെ 3 മുട്ടയും നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. എങ്കിലും അതിനേക്കാളും കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിരിക്കും നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുട്ട എടുക്കുന്ന സമയത്ത് ചെറിയ മുട്ടയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 എണ്ണം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണ് 4 എണ്ണം തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന മുട്ടയുടെ എണ്ണവും അതേപോലെ മൈദയുടെ അളവൊക്കെ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂ. ഇനി ഞാൻ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്
വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബീറ്റർ നിർബന്ധമൊന്നുമില്ല. ബീറ്റർ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മിക്സിയിൽ ഒരിക്കലും നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ഞാനിവിടെ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 1/4 കപ്പ്. അപ്പോൾ ഒരു 1/2 കപ്പ് പ്ലസ് ഒരു 1-2 ടേബിൾ സ്പൂണൂടെയൊക്കെ എടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് കിട്ടും. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പോയിട്ട് ചെറിയ കട്ടകളൊക്കെ ആയിട്ട് നിൽക്കും. നമ്മൾ ചിലപ്പോൾ അത് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് മിക്സായിട്ട് കിട്ടുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഈ കട്ടകളൊക്കെ അടിയിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല സ്റ്റിഫായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നിൽക്കുന്ന പോലെ ഇതേപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞ കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞയും ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് തരം ഓയിൽ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഓയിലിന് പ്രത്യേകിച്ച് ഫ്ലേവറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരിക്കലും വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 40-50 സെക്കൻഡ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഒരേ സമയം ചേർത്ത് കൊടുക്കാതെ ഒരു 4-5 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ ഒരുമിച്ച് ഒരേ സമയം ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു മുട്ടയുടെ ബാറ്റർ അങ്ങ് താഴ്ന്നു പോവും. അപ്പം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഫോൾഡിങ് മെത്തേഡ് വെച്ചിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം സൈഡിലൂടെ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് പൊക്കിയെടുക്കുക. ഇങ്ങനെ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിലും ബാറ്റർ താഴ്ന്നു പോവും. നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഇതേപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല സ്ലോ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വീഡിയോ ഫാസ്റ്റാക്കിയിട്ടതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. സ്ലോ ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്റർ പെട്ടെന്ന് താഴ്ന്നു പോകും. അപ്പോൾ കേക്ക് നമുക്ക് സോഫ്റ്റായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കിതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബാറ്റർ മുഴുവനായിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കേക്ക് ടിന്നിൻ്റെ പകുതി ഭാഗത്തോളം അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം മാത്രമേ നമ്മുടെ ബാറ്റർ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ബേക്കായിട്ട് വരുമ്പോൾ അത് പുറത്തോട്ട് പോകും. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനുള്ളിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് കൂടെ ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ഈ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കേക്കിന് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ വന്നാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കാം.
നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പ്രീ ഹീറ്റ് ചെയ്യുന്നത് നിർബന്ധമാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പാത്രത്തിൻ്റെ അടപ്പൊക്കെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ബാറ്റർ വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പാത്രത്തിന് ഇതേപോലെ ചെറിയ ഹോൾസ് എങ്ങാനും ഉണ്ടെങ്കിൽ അവിടെ ചെറിയ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിത് 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് വരുന്ന സമയം. അപ്പോൾ നമ്മൾ വെക്കുന്ന ഫ്ലെയിമിനും അതേപോലെ ഓരോ അടുപ്പിനും അനുസരിച്ച് ഈ ഒരു ബേക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ചെറിയ മാറ്റം വരും. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. എനിക്കിവിടെ കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് ഇതിനുള്ളിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് മേലെ ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ കുത്തി നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റിക്ക് മേലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. കേക്ക് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് പുറത്തോട്ട് എടുക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടില്ല, നമ്മൾ സ്റ്റിക്കുമ്മേൽ എന്തെങ്കിലും പറ്റി പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ കേക്കിൻ്റെ മുകളിൽ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഡീമോൾട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ കേക്ക് ടിന്നാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമഴ്ത്തി പിടിച്ചിട്ട് പുറം ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിഭാഗം ഒന്ന് കരിഞ്ഞു പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണം. അതേപോലെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം.